ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ശ്രീകുമാർ എന്നിവർ വീണ്ടും റിമാൻഡിൽ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി. അതേസമയം തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 2 മാറ്റി. കട്ടിളപ്പാളി കേസിലാണ് 2-ാം തീയതി വാദം കേൾക്കുക. ദ്വാരപാലക ശില്പ കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങൾ മനോജാണ് നൽകുക. മനോജ് പറയൂ. ഗൗതം, ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ 4 പ്രതികളെ, അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ, തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, അതോടൊപ്പം ശ്രീകുമാർ എന്നിവരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതായത് റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഇവരെ വീണ്ടും 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം തന്നെ ഈ തന്ത്രിയുടെ ഈ ജാമ്യ ഹർജി, അതായത് കട്ടിളപ്പാളി കേസിൽ തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 2-ാം തീയതിയിലേക്ക്, അതായത് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് ഇതിൽ വാദം കേൾക്കുക. അതേസമയം തന്നെ ദ്വാരപാലക ശില്പ കേസിലും ഈ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റിലായി വീണ്ടും കസ്റ്റഡിയിൽ SIT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെ തന്നെ ജാമ്യ ഹർജി സമർപ്പിക്കുന്നു. ഇതിൽ പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദമെന്ന് പറയുന്നത് ഇനി തിങ്കളാഴ്ച നടക്കുന്ന വാദത്തിൽ കൃത്യമായും ഇക്കാര്യങ്ങൾ തന്നെയാണ് ഉന്നയിക്കുക. അതായത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് തന്ത്രിക്ക് പങ്കുള്ളത്. അതായത് ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് പങ്കില്ല എന്നും, അതോടൊപ്പം തന്നെ ഈ സ്വർണം പൂശിയെന്നും സ്വർണം പതിച്ചു എന്നുമുള്ള 2 വാക്കുകളുണ്ട്. അതായത് SIT ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്വർണം പതിച്ചു എന്നും, രണ്ടാമതായി സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്വർണം പൂശി എന്നുമൊക്കെയാണ് അത്തരത്തിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ തന്ത്രിയുടെ അഭിഭാഷകൻ വാദിക്കുക. ഇന്ന് തന്ത്രിക്കായി മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള B രാമൻപിള്ള ഓൺലൈനായി ഹാജരായിരുന്നു. ഓക്കെ മനോജ്, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവരെ റിമാൻഡിലേക്ക് അയച്ചിരിക്കുകയാണ്. മനോജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.